വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് +2 ഡിഗ്രി PG അതേപോലെ തന്നെ PhD കഴിഞ്ഞ ആളുകൾ വരെ ഒരു ജോബ് കിട്ടുന്നതിന് വേണ്ടി അടുത്തായിട്ട് ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു അന്വേഷണത്തിലായിരിക്കും. അതേപോലെ തന്നെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ആ ഒരു മേഖല മാറാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിൾ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കരിയർ ചൂസ് ചെയ്തുകൊണ്ട് മികച്ച ഒരു ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ കരിയറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണാലിറ്റി അതേപോലെ നമ്മുടെ താല്പര്യം ഇതിനനുസരിച്ചുള്ള ഒരു മേഖലയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ പേരൻസിന്റെ താല്പര്യങ്ങൾ കുട്ടികളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഒരു കുട്ടി ഒരു കോഴ്സ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കോഴ്സ് പഠിച്ച് വീണ്ടും അടുത്ത കോഴ്സ് പഠിച്ച് വീണ്ടും അടുത്ത കോഴ്സ് പഠിച്ച് അങ്ങനെ ഒരു 3 കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് അനുയോജ്യമായ ഒരു കരിയറിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പണം മാത്രമല്ല അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളും ഇതിലൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഒരു കരിയർ കൺസൾട്ടന്റിനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഒരു അഭിരുചി ടെസ്റ്റിലൂടെ നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചുള്ളൊരു ജോബ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആ ഒരു മേഖലയെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിലവിൽ ഇൻഹൗസും അതേപോലെ ഔട്ട്സൈഡ് ജോബുകളും നിലവിലുണ്ട്. അതായത് ഇപ്പോൾ ആളുകളുമായി കൂടിച്ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ജോബുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള ഒരു കോഴ്സുകൾ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. നന്നായിട്ടൊക്കെ പ്രസന്റേഷൻസ് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാവുന്ന ആളുകൾക്ക് പറ്റുന്ന മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു മേഖലയാണ് അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് സംസാരിക്കുക, ഒരു കാര്യം ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു മേഖലയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും അനുസരിച്ചുള്ള ഒരു മേഖല നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഒരു കരിയർ അല്ലെങ്കിൽ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കോപ്പാണ്. സാധാരണ ഈ ഒരു കാര്യം മാത്രമാണ് എല്ലാവരും നോക്കാറുള്ളത്. അപ്പോൾ സ്കോപ്പും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിലവിൽ 15 വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന പല കോഴ്സുകളൊന്നും നിലവിലില്ല. അതേപോലെ ഇന്ന് നിലവിലുള്ള പല കോഴ്സുകളും 15 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന്